അപ്പോൾ ഒരു 5 പ്രാവശ്യം ജയിലിൽ കിടക്കുമ്പോൾ ശരിക്കും ഗ്ലാമർ കൂടുകയാണ് ചെയ്യുന്നത്. അത് നോക്കുക, ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ആ ജയിൽവാസം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് പോകുന്നത്. കാരണം ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു തീവ്രതയുടെ ആഴം പറയുന്നത് നമ്മൾ 5 പ്രാവശ്യം ജയിലിൽ കിടന്നത്. ഇതൊരു മെച്ചമാണ്. ഇതിനകത്തൊരു രസം എന്താണെന്ന് വെച്ചാൽ അനുഭവം മാത്രമല്ല, അതിനകത്ത് ഒരു സമരമാണ്, നമ്മൾ നിരന്തരമായി സമരം നയിക്കുന്ന ഒരാളാണെന്നുള്ളൊരു ഫിഗർ വന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് അനുകൂലമായി തന്നെ നമ്മൾ പ്രയോഗിക്കാൻ ചില സ്ഥലങ്ങളിൽ ശ്രമിക്കുകയും ചെയ്യും. അതൊരു വിജയമല്ലേ ആ ജയിൽ കിടക്കൽ? ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയുടെ കാലം തൊട്ട് ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തകന്റെ ഒരു പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ്. അത് നമുക്ക് ഒരു വലിയ അനുഭവമാണ്. ജയിലെന്ന് പറയുന്നത്, പിന്നെ നമ്മളിപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമല്ലോ. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 2025 ആണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് വിചാരിക്കും. ഒരു തവണ ജയിലിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് സ്വാതന്ത്ര്യം. കാരണം നിങ്ങൾക്കിനിയും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പം ഒരു പൊതുപ്രവർത്തന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ജയിലിലേക്ക് പോകുന്നത്, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമെന്നറിയാം. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും, നിങ്ങളുടെ മൂവ്മെന്റ്സ് എല്ലാം ഭയങ്കരമായി ലിമിറ്റ് ചെയ്യപ്പെടുകയല്ലേ. ഒരു 4 ചുമരിലല്ലേ നിങ്ങളുടെ മൂവ്മെന്റുകളെല്ലാം പറ്റുള്ളൂ. നമുക്ക് സമയം നോക്കാൻ കഴിയില്ല, സമയം മാറുന്നത് നമ്മൾ അറിയുന്നില്ല, നമുക്ക് ഒരു തരം എന്റർടൈൻമെന്റും ഇല്ല, നമുക്ക് പുറംലോകമായിട്ടൊരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെ കഴിയേണ്ടി വരുന്നൊരു സാഹചര്യം. എന്നിട്ട് നമ്മളോടൊപ്പം കിടക്കുന്നവരെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ, അതിൽ തന്നെ ഒരു 90% ഹാർഡ് കോർ ക്രിമിനൽസ് ആണല്ലോ. അതിൽ കൊലപാതകികൾ ഉണ്ടാകാം, ലഹരി കടത്തിയ ആളുകൾ ഉണ്ടാകാം, മറ്റു പല കേസുകളിലും പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഇവരോടൊപ്പമാണ് നമ്മൾ കിടക്കേണ്ടി വരുന്നത്. നമ്മൾ ജീവിതത്തിൽ ഇപ്പം നമ്മളെപ്പോഴേലും കള്ളനെ കാണേണ്ടി വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. കള്ളനെ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന, ഇപ്പൊ നമ്മുടെ വീട് അപഹരിക്കാൻ വരുന്ന ആളാണല്ലോ കള്ളൻ. നമ്മളെ പേടിപ്പിക്കുന്ന ഒരു മൊമെന്റ് ആണ്. നമ്മൾ കുറെ കള്ളന്മാരുടെ കൂടെയാണ് കിടക്കേണ്ടി വരുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു തരം എക്സ്പീരിയൻസ് ആണ്. ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഒരു ജയിൽവാസം ഉണ്ടാകണം. അത് ഏത് കാലഘട്ടത്തിലും, ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ പറയും ജയിലിൽ പോകുന്നൊന്നും അല്ല എന്ന് പറയാം. എന്നാലും പുതിയ കാലഘട്ടത്തിലായാലും നമ്മളൊരു സമരം, അതൊരു നമ്മുടെ സമരത്തിന്റെ ഇന്റൻസിറ്റിയാണ് നമ്മളൊരു ഇഷ്യൂ ആയിട്ട്